ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് സ്പെഷ്യൽ കോഴി വറവ്. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഈ വറവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കഷ്ണം ഇഞ്ചി 10ഓളം വെളുത്തുള്ളിയുമാണ് അരച്ചെടുത്തത്. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ, 1/2 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ആദ്യം തന്നെ ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം 15-20ഓളം വറ്റൽമുളകും 6-7 പിരിയൻ മുളകും ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഇതുപോലെ മല്ലിയും കൂടി വറുത്തെടുക്കാം. ഞാനിവിടെ 1 പിടി മല്ലിയാണ് എടുത്തിരിക്കുന്നത്. മല്ലി വെളിച്ചെണ്ണയിൽ നന്നായി വറുത്തെടുക്കാം. നന്നായി വറുത്തെടുത്ത മല്ലിയിൽ നിന്നും 3 സ്പൂൺ മല്ലി മാറ്റി വെക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ കുരുമുളകും കൂടി വറുത്തെടുക്കാം. വറുത്തെടുത്ത കുരുമുളകും മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. അതേസമയം മല്ലിയും മുളകും നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കാം. ചൂടായ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന 3 സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള വഴറ്റി വരുന്ന സമയം കൊണ്ട് ആവശ്യമായ തേങ്ങയും കൂടി വറുത്തെടുക്കാം. ചൂടായ മറ്റൊരു പാത്രത്തിൽ അരമുറി തേങ്ങയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് വറുത്തെടുക്കാം. സവാളയുടെ നിറം നന്നായി മാറി വരുമ്പോൾ 1 തക്കാളിയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയുടെയും പച്ചമുളകിന്റെയും പച്ചമണം മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട്. കറി നന്നായി തിളച്ച ശേഷം നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കും. ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയും കുരുമുളകും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ വറവ് തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.